അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 4 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അവിടെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയായിട്ട് ചെറിയ ബ്രൗൺ കളറ് ഇതിന് കിട്ടും. ഇതിൽ ബേക്കിംഗ് സോഡയോ മുട്ടയോ പാൽപ്പൊടിയോ പാലോ തൈരോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറാണ് എടുക്കുന്നത്. അതാവുമ്പോൾ ഒരുപാട് നേരം ഇട്ട് നമുക്ക് കുഴച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നെയ്യും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ എല്ലാ ഭാഗത്തും ഈ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൂടാതെ തന്നെ മിക്സിയുടെ ജാറിലൊന്നും മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിൽ നിന്നും 1 കപ്പ് മാവ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചെറിയ ജാറിലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം വലിയ ജാറാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇട്ട് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരുപാടങ്ങ് കൂടി പോകരുത്. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മാവിന് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു കണക്കാണ്. എന്നിട്ട് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം മാവ് ഒരു 20 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 10 സെക്കൻഡ് അടിച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റ് 1/4 കപ്പ് വെള്ളത്തിൽ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജാറിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കുഴച്ചെടുത്തതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരിട്ട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം 4 പ്രാവശ്യമായിട്ട് മാവെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നുകൂടി എല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്താൽ മാത്രമേ ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കുഴച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലർക്ക് പേടിയുണ്ടാവും, മിക്സിയുടെ ജാറിലിട്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ ജാർ ഇല്ലാണ്ടാവോ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പൊറോട്ടയ്ക്ക് മാവ് തയ്യാറാക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മിക്സിയുടെ ജാറിലാവുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ കൈവച്ച് കുഴച്ചെടുക്കുന്ന സമയത്ത് എത്രയാണോ വെള്ളം വേണ്ടത് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതേ ഉള്ളൂ. ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാകും. ഇനി ഈ മാവ് എണ്ണ തടവിയ ഒരു ബൗളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ മാവ് ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് കോരി ഒഴിക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പം മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മാവ് ബൗളിൽ നിന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം.
ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇപ്പം ഞാൻ അരമണിക്കൂറല്ലേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഈ മാവ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മാവ് ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം എടുക്കാം. ഇനി ഈ ഒരു ഭാഗം മാവ് ഡ്രൈ ആവാതിരിക്കാൻ നനഞ്ഞ തുണി കൊണ്ട് മൂടിക്കൊടുക്കുക. ഇനി മാവ് ഉണ്ട പിടിക്കാം. ഇതുപോലെ മാവ് എടുക്കുക, ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി ബോൾ പിടിക്കുക. ഒട്ടും സ്ക്രാച്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇതാ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. ഒട്ടും തന്നെ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാ മാവും ഒരേ അളവിൽ തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇപ്പൊ മാവെല്ലാം ഇതാ ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ 10 ഉരുള മാവാണ് ഇതാ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഉരുട്ടിയെടുത്ത മാവിൽ നിന്നും 1 ഉരുള മാവ് ഇതാ എടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഈ മാവിന്റെ എല്ലാ ഭാഗത്തും മാവാക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശവും ഒരേ കനത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പൊ അതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കനത്തിന് പരത്തി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ പരത്തി എടുക്കുന്നത് പോലെ പരത്തി എടുക്കാം. ഓരോ ഉരുള മാവ് എടുക്കുമ്പോഴും മൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. ഈ ഒരു കനത്തിന് പരത്തി എടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പരത്തി എടുക്കാം. അപ്പൊ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത ഓരോ മാവിലും എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് കോരി ഒഴിക്കരുത്. ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ പുറത്ത് നമുക്ക് കുറച്ച് മൈദ വിതറിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്ത രണ്ടാമത്തെ ഷീറ്റ് മാവ് വെച്ച് കൊടുക്കാം. നമ്മൾ പരത്തിയെടുത്ത ഷീറ്റും ഇതാ പൊടിമാവിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിലൊരു ഷീറ്റിൽ പൊടിമാവ് ഇടേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നമുക്ക് വലുതാക്കി പരത്താൻ പറ്റുന്നുവോ അത്രത്തോളം വലുതാക്കി ഇതൊന്ന് പരത്തിയെടുക്കാം.
ഇപ്പൊ ഇതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്യും കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത എണ്ണയാണ്. അപ്പൊ ഇതാ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് പൊറോട്ട അടിച്ച് പരത്തി കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ദാ എല്ലാ ഭാഗത്തും മൈദ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരറ്റം, ഈ നമ്മൾ പരത്തിയെടുത്ത ഷീറ്റിന്റെ ഒരറ്റം ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിന്റെ മുകളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നും, പക്ഷെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് മൈദ ഇതിന്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. വീണ്ടും നമ്മൾ പരത്തിയെടുത്ത ഈ അറ്റത്തുള്ള ഷീറ്റ് ഒന്ന് മടക്കി കൊടുക്കാം. കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. അപ്പൊ നല്ല ലെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ അറ്റം ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിമാവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ പൊടിമാവിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതാ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഒരുപാട് വലുതാക്കി പരത്തണ്ട, ചെറിയ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി പരത്തിയ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന മാവ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് വരെ അതൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ അറ്റ ഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യാം. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ നല്ലോണം ഒന്ന് റോൾ ചെയ്യാം. കുറച്ചും കൂടെ ഇതുപോലെ റോൾ ചെയ്ത് നീട്ടിക്കൊടുക്കുക. രണ്ട് വശവും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എത്ര ബോൾസ് വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം 10 ബോൾസ് അല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 10 ബോൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിൽ മാവ് കട്ട് ചെയ്തെടുക്കുക. 5 എണ്ണം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയിൽ നിന്നും ഒരെണ്ണം എടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, അകത്തൊക്കെ നല്ല ലെയർ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിച്ച് പരത്തി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടും. 5 എണ്ണം എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലെയർ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ, ശരിക്കും ലെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ കട്ട് ചെയ്യുന്നോ അത്രത്തോളം ലെയർ കിട്ടും. അപ്പം അരഭാഗത്തോളം കട്ട് ചെയ്താൽ മതി, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. തിരിച്ചുവിട്ട് അതുപോലെ കട്ട് ചെയ്യാം. ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നനഞ്ഞ ഒരു കോട്ടൺ തുണിയുണ്ട്, വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതാ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാവ് കട്ട് ചെയ്തതിന് ശേഷം ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം.
ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പരത്തേണ്ട ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഉരുള മാവ് ഇതുപോലെ എടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ റോളർ വെച്ച് ചെറുതായിട്ടൊന്ന് കൈവച്ച് പരത്തിയതിന് ശേഷം റോളർ വെച്ച് ഇതാ ഒന്ന് പരത്തിയാണ്. ഇപ്പം കണ്ടില്ലേ, ലെയറൊക്കെ ഇതാ വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് പരത്തി വലുതാക്കരുത്, ചെറിയ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തരുത്, ചെറിയൊരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. കണ്ടില്ലേ, നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട്. അപ്പം അതാ ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്താതെ ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക. അപ്പം ഇത് നമ്മൾ മാവിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, നമ്മൾ ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് പരത്തിയെടുക്കുക. ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത പൊറോട്ട ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി എണ്ണയും പകുതി നെയ്യും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ഒന്ന് വെന്ത് വരട്ടെ. വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം ഒന്ന് വെന്ത് വരട്ടെ. അതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അതായത് ഇതൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. രണ്ടാമത് ചുട്ടെടുക്കാൻ പോകുന്നത് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ച പൊറോട്ടയല്ലേ, അതാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തവയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ തവയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഒരു സൈഡൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ രണ്ട് സൈഡും ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ചുട്ടെടുക്കും തോറും ഇത് അടിച്ചടിക്കുകയും കൂടെ ചെയ്യണം. ഇപ്പം 4 പൊറോട്ട ഞാനൊന്ന് ചുട്ടെടുത്തിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ കൈവച്ച് ഒന്ന് അടിച്ചെടുക്കുക. നല്ല ചൂടാണ്. ആ ചൂടോടുകൂടി അടിച്ചാൽ മാത്രമേ നമുക്ക് ലെയറായിട്ട് ഇത് വിട്ട് കിട്ടുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അടിച്ച് പരത്തി കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ 2 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പൊറോട്ടയാണ്. 2 എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം അടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തപ്പോൾ തന്നെ ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പൊറോട്ടയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല, നല്ല ലെയറോട് കൂടി ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ല, നല്ല ലെയറൊക്കെ വന്നിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബീഫിൻ്റെ കൂടെയും അതുപോലെ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്